ഹലോ ഗൈസ്, ഞാൻ ASK എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇത്രയും കാലം ഇടാത്തൊരു വ്ളോഗ് ഉണ്ടായിരുന്നു. അത് വ്ളോഗ് ഇടാത്തതെന്ന് വെച്ചാൽ ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ളൊരു മടി, പിന്നെ പിന്നെ മര്യാദയ്ക്കുള്ള ക്ലിപ്സ് ഇല്ല. അതുകൊണ്ട് ഒരു ആക്കിക്കൂട്ടലാവുമെന്നുള്ളൊരു പേടി കാരണമാണ് ഞാൻ അധികം ഒന്ന് ഇടാഞ്ഞത്. ഇപ്പം ഇടാന്ന് വെച്ചാൽ എന്തായാലും കുറേ ക്ലിപ്പ് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് വെറുതെ വെച്ചിരുന്ന കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത്. എന്തായാലും ഇനി അത് എഡിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ പോകുന്നേ ഉള്ളൂ. ഇത്രയും കാലം കുറേ കാലം പറഞ്ഞ് എഡിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നത് പ്രൊജക്ട് ഫയൽ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്. അതോടെയാണ് മൈൻഡ് ഫുള്ള് എഫക്റ്റായത്. പിന്നെ നിർത്തി എഡിറ്റിങ്. പിന്നെ പിന്നെ വേറെ എന്തൊക്കെയോ പണിക്ക് പോയി. പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു ലോജിസ്റ്റിക്സിൻ്റെ, അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫ്രീ ആയി. അങ്ങനെ ഞാനിപ്പോൾ വെറുതെ വീട്ടിൽ ചൊറിയുത്തിരിക്കുക. അപ്പം ഇന്നലെയാണ് നമ്മുടെ ട്യൂബിൻ്റെ ബ്രദറിൻ്റെ മാരേജ് ഉണ്ടായത്. അപ്പോൾ അത് പോയി വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, വെറുതെ ആ ക്ലിപ്പ് എടുക്കാണല്ലോ, അപ്പം ഇനിയിപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ച് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് കുറച്ച് ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ഒന്ന് സെറ്റപ്പ് ചെയ്ത് ഇനി ഇന്നോ നാളെയൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളിത് കാണുന്നുണ്ടാവും, ആ ടൈമായിരിക്കും അപ്ലോഡ് ആയി ഉണ്ടാവും. അപ്പം ജസ്റ്റ് ഒന്ന് കാണുക. ഞാൻ പിന്നെ വേറൊരു ചേഞ്ചും കൂടി വരുത്താൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ ഗെയിമിങ് മാത്രമായിരുന്നു ആദ്യം. അപ്പം ഇനി ഗെയിമിങ് മാറ്റിയിട്ട് കുറച്ച് ഈ റിയൽ ലൈഫ് നടക്കുന്ന കാര്യങ്ങളും, എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും, ഞാൻ ഇനി അടുത്ത എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യും. ഗെയിമിങ് മാത്രമായിരിക്കില്ല, ബാക്കി എല്ലാവിധ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇത്രയും കാലം ഗെയിമിങ് സപ്പോർട്ട് ചെയ്ത എല്ലാവരും തിരിച്ച് ഇതിനും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ പോയിട്ട് ആ വ്ളോഗ് കണ്ടിട്ട് വരും. അപ്പോൾ അതായിരിക്കും. ബൈ, കീപ് സപ്പോർട്ടിങ് ഗൈസ്. കാലിക്കറ്റ് സ്റ്റേഷനിലെത്തി. നമ്മുടെ ട്യൂറിനെ കണ്ടുകൊണ്ടിരുന്നു. എൻ്റെ ട്രെയിൻ ഒരു 9 മണിക്കൂർ ലേറ്റാണ് ജസ്റ്റ്. അതുകൊണ്ട് ഞാൻ ട്യൂറിൻ്റെ ട്രെയിനിലേക്കാണ് കയറി പോകുന്നത്. നമ്മുടെ ഗ്യാങ്ങിലുള്ള ഡേവിഡ് കാസ്പറിൻ്റെ മാരേജിനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പം ഓഡിയോ വേറെ തന്നെ ആക്കി അപ്ലോഡ് ചെയ്യാണ്. നമ്മൾ ഇപ്പം ഒരു റൂം എവിടെയോ സെറ്റാക്കിയെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് ഇനിയിപ്പോൾ പോകുന്നത്. നമ്മുടെ ഡേവിഡ് കാസ്പറിൻ്റെ വക എല്ലാം സെറ്റാക്കിയാണ്. അപ്പം എവിടെ നിന്ന് കാണാം, ബാക്കി അവരൊക്കെ കാണാൻ. സത്യം പറഞ്ഞാൽ ഞാൻ അവരെയൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. ആരും കാണില്ല, ബാക്കിൽ അബുണ്ട്, ഉണ്ട്. ഞാൻ ട്രിവാൻഡ്രം എത്തിയപ്പം ഞങ്ങളുടെ ലെഫ്റ്റ് കളിക്കുന്നവരെ ഏട്ടനെ കണ്ടുപിട്ടി. എല്ലാരും ഇന്ന് പിടിച്ചു. നീ തീർന്നടാ, നീ തീർന്നു. എല്ലാരും പൊക്കി, എല്ലാരും പൊക്കി. എല്ലാരും റൂമിലെത്തി. You know what time it is? Party time. Party time. കാറിനകത്ത് കുൽസിത പ്രവൃത്തി. കാറിൻ്റെ അകത്ത് സിനു കളിക്കുന്നു. സിനു അബുവിനെ കാണില്ല. ഡ്രൈവർ സീറ്റ്. മിക്സി മസാല കമോൺ സദ്യ തയ്യാർ. ശേഷം കളിക്കാൻ വെള്ളച്ചെള്ളിറക്കാൻ നോക്കണ്ട തെറിച്ചോ വെള്ളം കൊലച്ചോർ. ഓക്കെ, സെറ്റ്. കുക്കു ബിരിയാണി ആണോ? കുറച്ച് ബാക്കിയുണ്ടോ? കഴിക്കേ മാസല അവിടെ കഴിക്കോ? പാർട്ടി ടൈം.
ഫ്ലാഷ് അപ്പ് ഫ്ലാഷ് പിരിയട്ടോ പിരിയം ഞാൻ ട്രഷറിയാണ് സോ ഞാൻ റിട്ടയർഡ്. ഇംഗ്ലീഷ് ഒന്നും വേണ്ട, മലയാളം കാണുന്നത്. അപ്പൊ നമ്മള് പഴയ കോയിലർ ആയിരുന്നു, ഇപ്പൊ റിട്ടയർ ആയി മുമ്പ് വീട്ടിലിരിക്കുന്നു. ഇപ്പൊ നമ്മളെല്ലാരും കൂടെ ഇവിടെ പൊച്ചിട്ട് പിടിച്ചിരിക്കുന്നു. അത്ര ഇന്നത്തെ ചായ അവിടെ ഷോപ്പിൽ വരുന്ന കണ്ണൂർ നടക്കാം. ഇത് ഉറങ്ങാണ് എണീറ്റിരിക്കണം എന്നൊരു മനസ്സിലാവില്ല. എങ്ങനെ അവിടെ അടുത്ത് കിടക്കണ്ടേ. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഫ്രൈയും എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ ഐ ജിയിൽ കിടക്കുന്ന കേട്ടോ. ഇത് ഫസ്റ്റ് ഐ ജി CG. കുളി കഴിഞ്ഞു എറന്റെ കല്യാണം നടത്തുന്നതാണ് മിക്കവാറും. ലീഡറിന്റെ ബാക്കിൽ കൂലി നടക്കണം. അതാണ് സിമ എന്നെ കണ്ട മാത്രം എന്തിനാണ് ചുമ്മാ ഫോക്കസ് ചെയ്യുന്നത്? നിന്റെ എക്സ്പ്രഷൻ എല്ലാരും അറിയാതാണ് നമ്മുടെ ബ്ലോഗിനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡാൻസ് ഒക്കെ ഫ്ലാഷ് ഒക്കെ അൺബോക്സിംഗ് ഗിഫ്റ്റ് നമ്മള് ഭക്ഷണമായിട്ടൊരു ഓപ്പൺ വാർ ചെയ്യാൻ പോകുന്നത്. സ്കൈബർഗ് തന്നെ ഫസ്റ്റ് വെച്ച സിൽക്കി സ്കൈബർഗ് ചാത്തം വെള്ളം തോന്നുന്നുണ്ടോ? സ്കൈബർഗ് അതാ ഞാൻ വെച്ച സിമ്മന അവിടെ പോയിരുന്നാ? അല്ല, അവിടെ സീറ്റിലാണ്. എങ്ങനെ നോക്കി. അങ്ങനെ ചോറ് വന്നു. ചോറ് കുറച്ച് ലേറ്റ് ആയിരുന്നാലും കുഴപ്പമില്ല. എന്തോന്ന് ഒഴിച്ചല്ലോ.
എന്ത് കറിയത്? പുണ്യമുള്ളൂ. അല്ല നെയ്യ് ഒഴിച്ചോ, നെയ്യ്. ആ നെയ്യാണ്. ചെറുപയർ കറിയാണോ? ചെറുപയർ കറി, ആദ്യമായിട്ടാണ് സദ്യയിൽ ചെറുപയർ കറി ഇട്ടത്. സാമ്പാർ, രസം അങ്ങനത്തെ കണ്ടാവും. നീ കഴിച്ചതിൻ്റെ കാണാം. പപ്പടം മൊത്തം അടിച്ചിറക്കി മാത്രം കഴിച്ചു. അബുവിന്റെ സോപ്പ് സ്ലോ ആണ് ഗൈസ്. അബു ഇങ്ങനെ സ്ലോ ആയല്ലോ. അബു എന്ത് പറ്റി? അബു എല്ലാം പതുക്കെ വേണം. പതുക്കെ വേണം. ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. എന്താണ് അപ്പൂസേ? അത് ജീവിതത്തിൽ ഫുഡ് കഴിക്കാനായിട്ട് മനസ്സിലാക്കും. പിപ്പി അവിടെ നിന്ന് മോര് മാത്രം ഒരു കുപ്പിയിലകത്താക്കിയിട്ട് വാങ്ങിക്കുന്നു. എന്താണെന്ന് അറിയില്ല. പക്കയുടെ ഒരു കളിയിൽ വളർത്തടിച്ച് കഴിച്ചു. പറയുന്നത് നമുക്ക് കാണണ്ടേ? വ്ളോഗാണ് അപ്പുറം ഇപ്പുറല്ലോ. സൗണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഭാഗം ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ട് കിട്ടിയില്ല. കല്യാണം ചെക്കൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ റിസപ്ഷന് വന്ന ഫസ്റ്റ് തന്നെ ഇതാ പി വെടിമൻ, റെഡ്മൻ, സിനു, CJ, അബു. അല്ല വേറെ ആ അവിടെ ഉണ്ടല്ലേ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരും ബാഗൊക്കെ എടുത്ത് ഇപ്പം അമ്മാൻ്റെ വീട്ടിലേക്ക് പോയി കൊടുക്കാണ്. ഇനിയിപ്പം ഇന്ന് സ്റ്റേ അവിടെയാണ്. ഇന്നിപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഡയറക്ടറിൻ്റെ ഒരു സിനിമയ്ക്ക് എന്തോ പോകുന്നുണ്ട്. പേര് തരുന്നത് ക്യാപ്റ്റൻ മില്ലറിന് പോകാനാണ് ഇപ്പം പ്ലാൻ ഇട്ടിരുന്നത്. അപ്പം എല്ലാവരും ഇന്ന് അമ്മാൻ്റെ വീട്ടിലാണ് സ്റ്റേ. സോ ബാക്കി വഴിയെ പറയാം. ഒന്നാണ് അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ ഇവിടെ എത്തി. സിനിമ തിയേറ്റർ ഇവിടെ ട്രിവാൻഡ്രമുള്ള ഏതോ സിനിമ തിയേറ്ററാണ്, പേരൊന്നും എനിക്കറിയില്ല. എങ്ങനെയുണ്ട്? റെഡ്മനെ കട ഫണ്ടിൻ്റെ ട്രാൻസാക്ഷൻ. ഇതൊരു പ്രാങ്കായിരുന്നു, നമ്മൾ സിനിമ കാണുന്നില്ല. ഇത് ഈ വ്ളോഗ് സിമ്മന് വേണ്ടി ഉണ്ടാക്കിയ ഇവിടെ ഇട്ട് അറിയാൻ പോണെയാണ്. ബാക്കി ഫ്രണ്ട് ചെയ്ത് ഒന്നിച്ചാണ് അടിക്കാൻ പോണത്. ഇനി നിങ്ങൾ ടീമിൽ കയറുമ്പോ ടീമിന് വലിയ ജ്യൂസ് കുടിക്കാൻ വേണ്ടി എറർ വാങ്ങി കൊടുക്കുന്ന പറഞ്ഞിട്ടാണ് ഇവനെ വിൽക്കാനുണ്ട് ഡീമൻ. ഡിമോനെ വിറ്റ് എത്ര വെച്ചിട്ടും ഞാൻ ഇന്നാ നോക്കുന്നത്. ബാക്കിൽ നിർത്താൻ ബാക്കിൽ നിർത്തി പോകും. ഏത് സമയം നോക്കിയാലും ഇവരെ പഠിച്ച് റൂമിൽ കക്കൂസിൽ പോലും ഇരിക്കാൻ പറ്റില്ല. അവിടെ ഇവിടെ പോകുന്ന ടീം കയറി ഇതാ റെഡ്മാൻ്റെ മുൻപോക്കൊക്കെ. അയ്യോ അപ്പോൾ ഫോണ് പോയനെ താഴോട്ട്. ഡീമോൻ എങ്ങനെ പോയി? സിനിമ അവസാനം അവഞ്ചേഴ്സ് ആയിരുന്നു. സിനിമയില് ഫുൾ യൂണിവേഴ്സാ. കൊട്ടമധു മറ്റേ ഇത് ലാസ്റ്റ് മറ്റേ അങ്ങ് മൂന്നാമത്തെ തെറുപ്പാണ് ആ സാധനം. പിന്നെന്തിരുന്നു പിന്നെ ഗെയിം ഓഫ് ത്രോൺസിന്റെ ടൂണൊക്കെ ശരിയാ. അണ്ണൻ വണ്ടി ഓടിക്കണേ, അണ്ണൻ വണ്ടി ഓടിക്കണേ. അളിയാ കമൺ ബേബി ഓയാ.